നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അറിയാമല്ലോ, ഈ PSC എക്സാമിന് ഇപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സയൻസും സോഷ്യലും മാത്സിൻ്റെയും ക്ലാസ്സുകൾ തരാമെന്നാണ്. അപ്പോൾ 5ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ, ബേസിക് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഒറ്റയല്ലൊരു ജീവിയും എന്ന പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ, പാഠം ഒരുപാടുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റേതായ രീതിയിൽ നോട്ട്ബുക്കിൽ എഴുതി കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൽ നമുക്ക് പല കാര്യങ്ങളും അറിയാവുന്നത് തന്നെയാണ്. എങ്കിലും 5ാം ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണെങ്കിലും ഞാൻ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലാവരും വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ: ചെറുമീനുകൾ, പുഴു. ചെറുമീനുകളെ ആഹാരമാക്കുന്ന ജീവികൾ: വലിയ മീൻ, തവള. ഇനി ഇവിടെ ആഹാര ശൃംഖലയെക്കുറിച്ചാണ് പറയുന്നത്. സസ്യം ചെറുമീൻ, പുൽച്ചാടി, പുഴു എന്നിവയൊക്കെ കഴിക്കും. പിന്നെ ചെറുമീൻ കഴിക്കുന്നത് വലിയ മീന്, തവള. ആ വലിയ മീനിനും തവളയും കൊക്ക് കഴിക്കും. പുഴുവിനെ കാക്ക കഴിക്കും. ഒരു ആഹാര ശൃംഖലയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ചെറുമീനെ, പുൽച്ചാടി, പുഴുവൊക്കെ സസ്യം ഭക്ഷണമാക്കുന്നു. അതുപോലെ അവയെ മറ്റ് ജീവികൾ ഭക്ഷണമാക്കും. അങ്ങനെ ഇതാണ് ഒരു ആഹാര ശൃംഖല. ഇനി ആഹാര ശൃംഖലാജാലം എന്ന് പറഞ്ഞാൽ ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. കരയിലെ പോലെ കടലിലും ഇത്തരം ആഹാര ബന്ധങ്ങൾ ഉണ്ട്. പ്ലവകങ്ങൾ: ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണ് ഇവ. ആവാസം: ഒരു പ്രത്യേക ജീവിക്ക് ജീവിക്കാനും വളരാനും മറ്റ് ജീവികളുമായി ഇടപഴകാനും ഉള്ള ഒരു പ്രകൃതിദത്തമായ ഇടമാണ് ആവാസം. അതായത് നമ്മൾ ജീവിക്കുന്ന സ്ഥലം, അതിനെയാണ് പ്രകൃതിദത്തമായ ഇടം, അതാണ് ആവാസം. ജീവികളുടെ ആവാസമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം. ഇവിടെ ജീവനുള്ള ഘടകങ്ങളും ജീവൻ ഇല്ലാത്ത ഘടകങ്ങളും ഉണ്ട്. ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ച് മാത്രമേ ജീവൻ ഉള്ളവയ്ക്ക് നിലനിൽക്കാനാവൂ. ജീവനുള്ള ഘടകങ്ങൾ: സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ. ജീവൻ ഇല്ലാത്ത ഘടകങ്ങൾ: സൂര്യപ്രകാശം, ജലം, താപനില, വായു, മണ്ണ്. ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയാണ് കടുവ. അതായത് ഭക്ഷ്യശൃംഖല, ആഹാര ശൃംഖല ജാലം ഇവിടെ തന്നിട്ടുണ്ട്. സസ്യം: പുൽച്ചാടി, കോഴി, കുറുക്കൻ. ഈ സസ്യത്തെ കഴിക്കുന്നത് ആരൊക്കെയാണ്? ഭക്ഷണമാക്കുന്നത് കാട്ടുപോത്ത്. കാട്ടുപോത്തിനെ കടുവ ഭക്ഷിക്കും. പിന്നെ സസ്യത്തിനെ മാൻ ഭക്ഷിക്കും, മാനിനെ കടുവ ഭക്ഷിക്കും. സസ്യം, പുൽച്ചാടി, കോഴി, കുറുക്കനെ കടുവ ഭക്ഷിക്കും. അപ്പോൾ ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണി എന്ന് പറയുന്നത് ഇവിടെ കടുവയാണ്. ഏറ്റവും അവസാനത്തെ കണ്ണി, ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും അവസാന കണ്ണി സസ്യമാവും. ഇനി കടുവയെ സംരക്ഷിക്കുക. കടുവയെ സംരക്ഷിക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? അതായത് ഇപ്പോൾ കടുവയെ സംരക്ഷിക്കുക വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. ഇപ്പോൾ ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും അവസാനത്തെ കണ്ണികളിൽ അല്ലെങ്കിൽ നടുവിലുള്ള ഒരു കണ്ണിയോ നശിച്ചു പോയാലും ഈ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല. അവയുടെ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികളുണ്ടാവും. ഇപ്പോൾ കോഴിക്ക് വംശനാശം സംഭവിച്ചാൽ വലിയ പ്രശ്നം വരുന്നില്ല. പുൽച്ചാടി ഭക്ഷിക്കാൻ വേറെ ജീവിവർഗങ്ങളുണ്ടാവും. മാനിന് നാശം സംഭവിച്ചാലും വലിയ പ്രശ്നം വരുന്നില്ല. ഈ സസ്യങ്ങൾ ഭക്ഷിക്കാനും അതുപോലെ കടുവയ്ക്ക് ഭക്ഷണമാവണം എന്നുണ്ടെങ്കിൽ മാന് വേണമെന്നില്ല, കാട്ടുപോത്ത് മതി. പക്ഷേ കടുവയ്ക്കാണ് വംശനാശം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാട്ടുപോത്തിനെ ഭക്ഷിക്കാൻ വേറെ മൃഗങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല. അത് കാട്ടുപോത്ത് ഭയങ്കര ശക്തിയുള്ളതാണ്. അതുകൊണ്ട് കാട്ടുപോത്തിനെ ഭക്ഷിക്കണം എന്നുണ്ടെങ്കിൽ കടുവ തന്നെ വേണം. അപ്പോൾ കാട്ടുപോത്തിന്റെ എണ്ണം വർദ്ധിക്കും. അപ്പോൾ കാട്ടുപോത്തിന്റെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കാട്ടുപോത്തിന്റെ ഭക്ഷണം സസ്യങ്ങളാണ്. ഈ സസ്യം മുഴുവനും അവര് കഴിച്ചു തീർക്കും. പിന്നെ അങ്ങനെ സസ്യം ജാലങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ പുൽച്ചാടി, കോഴി, കുറുക്കൻ അങ്ങനെ ആ ശൃംഖലയിലേക്ക് തന്നെ
വംശനാശം, എല്ലാ ജീവികൾക്കും അത് നാശമായി ഭവിക്കും. അതുകൊണ്ട് ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയായ കടുവയെ നമ്മൾ സംരക്ഷിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. ഒരു ബന്ധം മാത്രം, അതായത് പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ, കഴുകൻ, ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ആഹാര ശൃംഖല എന്ന് പറയുന്നത്. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നുമാണ്. കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. ഇലകൾ വഴിയാണ് സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാം. ചിലപ്പോൾ നമുക്ക് എക്സാമിന് ഇരിക്കുമ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ വരും. സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ഏത് വഴിയാണ് ലഭിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ വേരെന്നോ അങ്ങനെ എന്തൊക്കെ, വേരെന്ന് എഴുതില്ല, എന്നാലും വേറെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ എഴുതാം. അപ്പോൾ ഇലകൾ വഴിയാണ് സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത്. നമുക്ക് ആ സമയത്ത് മൈൻഡ് പോണതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ അവിടുത്തെ പെർഫോമൻസ് വരിക. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കി എഴുതുക. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. ഇനി നിറം നൽകുന്നത്, ഓരോ വർണ്ണകത്തിന് നിറം നൽകുന്ന വർണ്ണകങ്ങളുണ്ട്. ഓരോ നിറങ്ങൾക്കും നിറം നൽകുന്ന വർണ്ണകങ്ങളുണ്ട്. അതിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ, ഓറഞ്ച് നിറം കെരോട്ടിൻ, മഞ്ഞ നിറം സാന്തോഫിൽ. ഇനി ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ്. 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ഇതിന്റെ അളവ് കൊടുത്തിട്ടില്ല, ഞാൻ എഴുതിയതാണ്. നൈട്രജൻ 78%, ഓക്സിജൻ 21%, കാർബൺ ഡയോക്സൈഡ് 0.04%, ആർഗൺ 0.93%. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ, രണ്ടാമതുള്ള വാതകം ഓക്സിജനാണ്, മൂന്നാമത് നൈട്രജനും ഓക്സിജനും കഴിഞ്ഞാലുള്ള വാതകം ആർഗൺ ആണ് 0.93%. പിന്നെ കാർബൺ ഡയോക്സൈഡ് ഉള്ളത് 0.04%. പിന്നെ മറ്റുള്ളവയാണുള്ളത്, അത് 0.03%. നിയോൺ, ഹീലിയൻ, മീഥേൻ, ഓസോൺ എന്നിവയൊക്കെയാണ് മറ്റുള്ള വാതകങ്ങൾ, അത് 0.03% വരും. ഊർജം ലഭിക്കാൻ സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നു. അപ്പോൾ ശ്വസനം നടക്കുന്നത് എന്തിനാണ്? ഊർജം ലഭിക്കാൻ വേണ്ടിയാണ്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. ഇനി ഇലകളെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റൊമാറ്റ. ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് അന്തരീക്ഷവായു സസ്യത്തിന് അകത്ത് പ്രവേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഭക്ഷണം പാകം ചെയ്യുന്നത് ഇലകൾ വഴിയാണ്. അപ്പോൾ അതിലൂടെ ഇലകളിലുള്ള ചെറിയ സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്, സ്റ്റൊമാറ്റ. അതുവഴി ആണ് ഓക്സിജൻ എടുക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് ഓക്സിജൻ പുറന്തള്ളുന്നത് ഈ സുഷിരങ്ങളിലൂടെയാണ്. അന്തരീക്ഷവായു സസ്യത്തിന് അകത്ത് പ്രവേശിക്കുന്നതും പുറന്തള്ളപ്പെടുന്നതും ഇലകളിലുള്ള സ്റ്റൊമാറ്റ എന്ന പേരുള്ള സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ്. പിന്നെ അവസാന ഭാഗം ടെക്സ്റ്റ് ബുക്കിലെ അവസാന ഭാഗമാണ് എപ്പിഫൈറ്റുകൾ, അർദ്ധപരാതങ്ങൾ, മൂടില്ല, പൂർണ്ണപരാതങ്ങൾ എന്നിവ. എപ്പിഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ്. അതായത് അവ വസിക്കാൻ മാത്രമേ ആ മരത്തിനെ ആശ്രയിക്കുന്നുള്ളൂ. ബാക്കി ഭക്ഷണമൊക്കെ അവ സ്വയം നിർമ്മിക്കുകയാണ്. അതിന് എക്സാമ്പിളാണ് മരവാഴ, ഓർക്കിഡ്. ഇവ ആതിഥേയ സസ്യങ്ങൾക്ക് ദോഷം ഉണ്ടാക്കുന്നില്ല. പിന്നെ എപ്പിഫൈറ്റുകൾക്ക് 2 തരം വേരുകളാണുള്ളത്. ചെറിയ വേരുകളും പിന്നെ കട്ടി കൂടിയ വേരുകളും. ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ മരവാഴയെ സഹായിക്കും. കട്ടി കൂടിയ വേരുകൾ അത് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നതാണ്. അവ കട്ടികൂടിയ വേരുകൾ ആ കട്ടികൂടിയ വേരുകൾ വഴിയാണ് അന്തരീക്ഷത്തിൽ നിന്ന് അവ വാതക വിനിമയം നടത്താൻ വേണ്ടിയാണ് കട്ടികൂടിയ വേരുകൾ സഹായിക്കുന്നത് മരവാഴയെ. അത് വാസസ്ഥലത്തിനായി മാത്രമേ എപ്പിഫൈറ്റുകൾ ആ മരത്തിനെ ആശ്രയിക്കുന്നു, ആതിഥേയ സസ്യത്തെ ആശ്രയിക്കുന്നുള്ളൂ. ഇനി അർദ്ധപരാതങ്ങൾ എന്താണ്? ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ്. അതായത് അവിടെ നിന്ന് ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുക്കും, പക്ഷെ അവ സ്വയം ആഹാരം നിർമ്മിക്കും. അതാണ് ഇത്തിൽക്കണ്ണി. ഇത്തിൽക്കണ്ണിയുടെ വേരുകൾ മരത്തിനുള്ളിലേക്ക് വളരുന്നു. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉണ്ട്, വേരുകൾ എങ്ങനെയാണ് എന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ചോദിക്കാം. പിന്നെ പൂർണ്ണപരാതങ്ങൾക്ക് ഉദാഹരണമാണ് മൂടില്ലാത്താളി.
മൂടിലത്താളിയാണെങ്കിൽ അവയ്ക്ക് ഒരു മൂടുമില്ല. ഭക്ഷണം പാകം ചെയ്യുകയില്ല, ഒന്നും വലിച്ചെടുക്കില്ല. എല്ലാം വസിക്കാനും പിന്നെ ഭക്ഷണം ആതിഥേയ സസ്യത്തിൽ നിന്ന് തന്നെ എടുക്കുകയും ചെയ്യും. അതാണ് പൂർണ്ണപരാഗങ്ങൾ. എക്സാമ്പിൾ മൂടിലത്താളി. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടിലത്താളി പോലുള്ള സസ്യങ്ങളാണ് പൂർണ്ണപരാഗങ്ങൾ. കംപ്ലീറ്റ്ലി മറ്റേ ആതിഥേയ സസ്യത്തെ ആശ്രയിച്ചാണ് അവ വളരുന്നത്. അപ്പോൾ 5ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠത്തിൽ ഇത്രയാണുള്ളത്. ഷോർട്ട് നോട്ടായിട്ട് എഴുതിയതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ഇടാൻ ശ്രമിക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.